വിഷ്ണുവിൻ്റെ ആയുധങ്ങളിൽ പ്രധാനപ്പെട്ടത് സുദർശന ചക്രമാണ്. വിഷ്ണു ഈ ദിവ്യായുധത്താൽ നിരവധി അസുരന്മാരെ വധിച്ചിട്ടുണ്ട്. വിഷ്ണുവിന് സുദർശനം ലഭിച്ചത് സംബന്ധിച്ച് ധാരാളം കഥകൾ നിലവിലുണ്ട്. ഇന്നത്തെ കഥയമമയിൽ ഇതാവട്ടെ ചർച്ചാ വിഷയം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഗാന്ധീവത്തെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെട്ടു. കൃഷ്ണനെക്കുറിച്ച് പറയാതെ എങ്ങനെയാണ് ഒരു ആയുധത്തിൻ്റെ സങ്കല്പം പൂർത്തീകരിക്കാൻ സാധിക്കുക, അല്ലേ? ഭഗവാനാണെങ്കിൽ നിരവധിയായിട്ടുള്ള ആയുധങ്ങളൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ആളാണ്, നമുക്കറിയാൻ ചെയ്യാം. ഭഗവാന്റെ പല ധ്യാനങ്ങളിലും ഈ ശംഖ്, ചക്രം, ഗദ ഇതൊക്കെ ഭഗവാന്റെ ആയുധങ്ങളായിട്ട് പറയുകയും ചെയ്യാറുണ്ട്. എങ്കിലും മഹാവിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിട്ട് കണക്കാക്കുന്നത് ചക്രമാണ്. ചക്രധാരിയാണ് ഭഗവാൻ, അല്ലെങ്കിൽ ചക്രപാണി എന്നൊക്കെ ഭഗവാനെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം ഭഗവാന്റെ ആ ചക്രം, അതായത് സുദർശന ചക്രത്തെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അർജുനന് ഗാന്ധീവം കിട്ടിയതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണന് സുദർശനം കിട്ടിയതും ഈ പറഞ്ഞ അഗ്നിദേവന്റെ കയ്യിൽ നിന്നാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട്. ഗാന്ധീവം അർജുനനും ചക്രം കൃഷ്ണനും അഗ്നിദേവൻ കൊടുത്തു എന്നുമാണ്. എവിടെ നിന്നാണ് ഈ ചക്രത്തിൻ്റെ ഉൽപ്പത്തി? ഇതാരാണ് ഉണ്ടാക്കിയത്? ഇതിൻ്റെ ശില്പിയായിട്ട് കണക്കാക്കുന്നത് സാക്ഷാൽ ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവിനെയാണ്. വിശ്വകർമാവ് സൂര്യൻ്റെ അംശം, സൂര്യൻ്റെ ഒരു ഭാഗം കൊണ്ടാണത്രേ ഈ സുദർശനം എന്ന് വിളിക്കപ്പെടുന്ന ചക്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ യോജനകൾ വീതം സഞ്ചരിക്കാനുള്ള ശേഷി അതിനുണ്ട് എന്നാണ്. ആ ചക്രത്തിന് 2 ഭാഗങ്ങളുണ്ട്. ആ 2 ഭാഗങ്ങളിലും 1000 പല്ലുകളുണ്ട് എന്നാണ് ചുറ്റും. അതിൽ മുകളിൽ പിടിച്ചിരിക്കുന്ന ചക്രം ഒരു ഭാഗത്തേക്കും, എന്നാൽ താഴെയുള്ള ചക്രം വിപരീത ദിശയിലും എല്ലാ സമയവും കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത് വസ്തുവിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവിനെ അത് കീറി മുറിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു പല്ല് ഇങ്ങോട്ടും ഒരു പല്ല് ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ ആ വസ്തു എന്ത് തന്നെയായാലും, എത്ര ഉറപ്പുള്ളതായാലും അത് കീറി മുറിക്കപ്പെടും. ഇത് കയ്യിലാണ് ധരിക്കുക, പ്രത്യേകിച്ച് ഈ ചൂണ്ടുവിരലിലാണ് അത് ധരിക്കാറുള്ളത്. ആരാണോ തൻ്റെ ശത്രു, അതിനെ ഇല്ലാതാക്കാനുള്ള നിർദ്ദേശം സുദർശനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ ശത്രുവിനെ നശിപ്പിക്കാതെ അതിൻ്റെ ഉടമയുടെ കയ്യിലേക്ക് ആ ചക്രം തിരിച്ചു വരില്ല എന്നാണ്. ഭഗവാൻ തന്നെ പല ആളുകളെയും സുദർശനം ഉപയോഗിച്ച് വധിക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഭഗവാൻ സുദർശനം ഉപയോഗിച്ച് വധിച്ച ഒരാളാണ് ശിശുപാലൻ. രാജസൂയം നടക്കുന്ന സമയത്ത് അഗ്രപൂജയ്ക്ക് ഭഗവാനെയാണ് പൂജിക്കേണ്ടത്, കൃഷ്ണനെയാണ് പൂജിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം വരുന്ന സമയത്ത് ശിശുപാലൻ അതിനെ എതിർക്കുകയും 100 തവണ ഭഗവാനെ ചീത്ത വിളിക്കുകയും ചെയ്യും. 100 അപരാധങ്ങൾ പുറത്തുകൊള്ളാം എന്നുള്ള ഒരു വാക്ക് ഭഗവാൻ കൊടുത്തതിൻ്റെ പേരിൽ 100 എണ്ണം ഭഗവാൻ ക്ഷമിക്കുകയും പിന്നീട് വിളിക്കുന്ന ചീത്തയ്ക്ക് മുമ്പായിട്ട് തന്നെ ഭഗവാന്റെ കയ്യിൽ നിന്ന് സുദർശനം ശിശുപാലൻ്റെ കഴുത്തറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങൾ നമുക്ക് പലയിടത്തും കാണാം ഭഗവാൻ സുദർശനം ഉപയോഗിച്ച് ആളുകളെ നേരിടുന്നത്. ഇനി ഭഗവാൻ സുദർശനം ഉപയോഗിച്ച് ഭയപ്പെടുത്തിയ ഒരാളുണ്ട്. അത് അംബരീക്ഷൻ്റെ കഥയിൽ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടു. ഏകാദശിയുടെ മഹാത്മ്യം പറഞ്ഞ സമയത്ത് അംബരീക്ഷൻ്റെ കയ്യിൽ നിന്ന് സുദർശനം ദുർവാസാവ് മഹർഷിയെ ഓടിച്ചൊരു കഥ പറയാറുണ്ട്. അങ്ങനെ ദുർവാസാവ് മഹർഷി ആ സുദർശനത്തെ ഭയന്ന് ഓടി എന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അതങ്ങനെ അല്ല എന്ന് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടും സുദർശനത്തെ ഉപയോഗിക്കാറുണ്ട്. പിന്നൊരു സമയത്ത് ഭഗവാൻ സുദർശനം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കുക മഹാഭാരത യുദ്ധത്തിലാണ്. അവിടെ ജയദ്രഥനെ കൊല്ലാനായിട്ട് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് അർജുനൻ ശപഥം ചെയ്യുന്നുണ്ട്, നാളെ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് ജയദ്രഥനെ ഞാൻ വധിക്കും, ഇല്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യും. ആ സമയത്ത് ജയദ്രഥനെ സംരക്ഷിക്കാനായിട്ട് മുഴുവൻ മഹാരഥന്മാരും ഒരുമിച്ച് നിൽക്കുന്നു. സൂര്യാസ്തമയം വരെ ജയദ്രഥനെ സംരക്ഷിച്ചാൽ അർജുനന്റെ ശല്യം ഇല്ലാണ്ടാവുമെന്ന് മനസ്സിലാക്കണം. ആ സമയത്ത് ഭഗവാൻ സുദർശനം കൊണ്ട് സൂര്യനെ മറയ്ക്കുകയും സൂര്യാസ്തമയം ഉണ്ടായി എന്ന് കരുതി ജയദ്രഥൻ പുറത്തേക്ക് വരികയും ആ സമയത്ത് വീണ്ടും ഭഗവാൻ സുദർശനത്തെ അവിടെ നിന്ന് മാറ്റുകയും സൂര്യാസ്തമയം കഴിഞ്ഞിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയും ജയദ്രഥനെ അർജുനനെ കൊണ്ട് വധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സമയത്തും ഭഗവാന്റെ കയ്യിൽ സുദർശനം കാണാൻ സാധിക്കും. സുദർശനം ഒരു മൂർത്തിയാണ് എന്നാണ് സങ്കല്പം, ഒരു ചക്രം മാത്രമല്ല. ആ സുദർശനം തന്നെയാണ് ഭഗവാൻ രാമാവതാരം എടുത്ത സമയത്ത് ശത്രുഘ്നൻ എന്ന പേരിൽ അവതരിച്ചത്. ഭഗവാന്റെ ചക്രമാണ്. ആ ചക്രത്തെയാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തിയത്. ഇതതിൻ്റെ കഥാവശം.
ഇനി അതിൻ്റെ തത്വവശം കൂടെ ഒന്ന് മനസ്സിലാക്കിയാലാണ് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. സുദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ശരിയായിട്ടുള്ള കാഴ്ച എന്നാണ്. സുദർശനം, ട്രൂ വിഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ, ശരിയായിട്ടുള്ള കാഴ്ച. ഭഗവാൻ സുദർശനം പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാൻ ശരിയായിട്ടുള്ള കാഴ്ച പ്രയോഗിച്ചു എന്നാണ്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ശത്രുവിനെ ശരിയായിട്ടുള്ള കാഴ്ചയിലൂടെ ഭഗവാൻ നോക്കുന്ന സമയത്ത് ഭഗവാൻ അവനിൽ കാണുന്നത് ഭഗവാനെ തന്നെയാണ്. ഞാനും അവനും തമ്മിൽ ഭേദഭാവമില്ല, അവൻ എന്നിൽ വന്ന് ലയിക്കുകയും ചെയ്യുന്നു. നോക്കൂ, ശിശുപാലൻ്റെ കഥയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. ശിശുപാലനെ ഭഗവാൻ സുദർശനം ഉപയോഗിച്ച് കൊല്ലുന്ന സമയത്ത് ശിശുപാലൻ്റെ ദേഹത്ത് നിന്ന് ഒരു ജ്യോതിസ് ഭഗവാനിൽ വന്ന് ലയിച്ചു എന്ന് ഭാഗവതം പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാൻ സുദർശനം ശിശുപാലന് നേരെ പ്രയോഗിച്ചു. ഭഗവാൻ ശിശുപാലനെ നോക്കി. ആ സമയത്ത് ശിശുപാലനെ ഭഗവാൻ എങ്ങനെയാണ് കാണുന്നത്? ഇതും കൃഷ്ണനാണ്, അതും കൃഷ്ണനാണ്. കാരണം ശരിയായിട്ടുള്ള കാഴ്ചയിൽ നമ്മളിൽ എല്ലാവരിലുമുള്ള ബ്രഹ്മബോധത്തെ കാണാൻ നമുക്ക് സാധിക്കും. ശങ്കര ഭഗവത്പാദരുടെ കഥയിൽ ചണ്ഡാളൻ്റെ കഥ നമ്മൾ വിസ്തരിച്ചിരുന്നു. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാവരിലുമുള്ളത് ഒരേ ചൈതന്യമാണ്. ആ ചൈതന്യത്തെ കാണാനുള്ള കാഴ്ചയെ വിളിക്കുന്ന പേരാണ് സുദർശനം. ആ സുദർശനം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും തോൽപ്പിക്കാമെന്ന് പറയാൻ കാരണം എല്ലാവരിലും നമ്മൾ തന്നെയുള്ളത്. അവിടെ ജയവും തോൽവിയൊന്നുമില്ല. പിന്നെ അധർമ്മത്തിനെതിരെ ധർമ്മ സംസ്ഥാപനത്തിനായിട്ടാണ് ഭഗവാൻ ഈ ചക്രം ഉപയോഗിച്ചിട്ടുള്ളത്. ആ സമയത്ത് ആ ധർമ്മ സംരക്ഷണം എന്നുള്ള ലക്ഷ്യം കൃത്യമായിട്ട് ആ ചക്രം നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല വശങ്ങളിലായി നിൽക്കുന്ന ഒരു കഥയും തത്വാംശമൊക്കെ നിറഞ്ഞതാണ് ഭഗവാന്റെ കയ്യിലുള്ള ആ സുദർശന ചക്രം. അത് കാണുന്ന സമയത്ത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉറപ്പാണ്, എന്നെ രക്ഷിക്കാൻ ഈ ചക്രം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഒരു ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം അവനത് മുന്നറിയിപ്പാണ്, ഈ ചക്രം ഏത് നിമിഷവും എൻ്റെ കഴുത്തറക്കാം. ഇതിലെവിടെ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമുക്കൊക്കെ ആ ചക്രത്തിൻ്റെ അഭയമാണ് വേണ്ടത്, അതിൻ്റെ ശിക്ഷയല്ല. അതുകൊണ്ട് ആ സുദർശനത്തെ, അത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ചക്രവാണിയായിട്ടുള്ള ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.